ഹായ്, ഹലോ, നമസ്തേ. കുക്കി ആസ്ട്രോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം. ഡോക്ടർ രാജ്, താങ്കൾക്കും കൃത്യമായ സ്വാഗതം. നമസ്കാരം. സ്വരവിജ്ഞാൻ ഒരു ഹീലിംഗ് ടെക്നിക്കാണ്, നമ്മുടെ ബ്രീത്തിങ് അല്ലെങ്കിൽ ബ്രെത്തിനെ ആസ്പദമാക്കിയിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് വിശദമായിട്ട് ഈ ഒരു വണ്ടർഫുൾ ഹീലിംഗ് ടെക്നിക്ക് മനസ്സിലാക്കാം. ഈ സ്വർ വിജ്ഞാൻ എന്താണ്? ഈ പറഞ്ഞ സയൻസ് എല്ലാം ചെയ്യുന്ന വ്യക്തി ഞാൻ. അതുപോലെ തന്നെ ഒരു യോഗ ടീച്ചറാണ് ഞാൻ. ശിവാനന്ദ, ട്രിവാൻഡ്രത്തുള്ള ശിവാനന്ദ ആശ്രമത്തിൽ ഞാൻ യോഗ ട്രെയിനിങ്ങും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഞാൻ ഒത്തിരി മാസങ്ങളോളം ഈ ആശ്രമത്തിൽ നിന്നൊരു വ്യക്തിയാണ്. ഇപ്പൊ തന്നെ നമ്മുടെ നാട്ടിൽ ഒത്തിരി പേര് യോഗ ചെയ്യുന്നുണ്ട്. പക്ഷെ യോഗ ചെയ്യുന്നവർക്ക് അറിയാവുന്ന അവർക്കെല്ലാവർക്കും അറിയാം ബ്രീത്തിങ് എക്സസൈസ്. അതുപോലെ ബ്രീത്തിങ് എക്സസൈസ് ഡോക്ടേഴ്സും ഇപ്പൊ എല്ലാവർക്കും, എനിക്ക് തോന്നുന്നു ഏതൊരു ആൾക്കാർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ബ്രീത്തിങ്. പ്രാണായം അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസിലൂടെ ഒത്തിരി കാര്യങ്ങൾക്ക് ജീവിതത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. അത് ഈവൻ നമ്മുടെ ഡെഡ് സെൽസിനെ ആക്റ്റീവ് ആക്കാനും അതുപോലെ അത് ഹെൽത്തിനും നമ്മുടെ ഇമോഷണൽ മൈൻഡ് സെറ്റ്, സ്പിരിച്വൽ അവേക്കനിങ്ങിനും എല്ലാം ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞ നമ്മുടെ ബ്രീത്തിങ്. ഇപ്പോൾ നമ്മുടെ ജനങ്ങൾക്ക് ആരും ഈ ബ്രീത്തിങ്ങിന് താല്പര്യം അല്ലെ, ഈ ബ്രീത്തിങ്ങിനോട് ആരും ഒരു റിസർച്ച് ചെയ്യുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ആക്ച്വലി ഒരു 2 മിനിറ്റ്സ് അല്ലെ 3 മിനിറ്റ്സിൽ കൂടുതൽ നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ തീർന്നു. ഇപ്പോഴത്തെ ഒരു ഡേ ടു ഡേയില് എല്ലാവരും വളരെ സ്പീഡിൽ ഓരോ കാര്യങ്ങളും ചെയ്യുന്നു, ബാക്കിയുള്ള കാര്യങ്ങൾക്ക് എത്രയോ അറ്റൻഷൻ കൊടുക്കുന്നു. പക്ഷെ നമ്മളെ ഈ ജീവിതത്തിൽ ഇവിടെ നിലനിർത്തുന്ന ഈ ബ്രീത്തിങ്ങിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളത് വളരെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അത് ശരിക്കും നമ്മുടെ പുരാതനമായിട്ട് യോഗയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു എക്സസൈസ് ആണ് ഈ പ്രാണായം. അപ്പൊ ഇത് പണ്ട് ഋഷിമുനിമാർ അല്ലെങ്കിൽ പണ്ടത്തുള്ള സ്പിരിച്വൽ അവേക്കനിങ്ങിന് എല്ലാ മെസ്സഞ്ചേഴ്സും, ഈ പറഞ്ഞ പോലെ ഏത് മതത്തിന്റെ മെസ്സഞ്ചേഴ്സും ഇവരെല്ലാം മെഡിറ്റേഷൻ ചെയ്തും അല്ലെങ്കിൽ അവർ ബ്രീത്തിങ് ഉപയോഗിച്ചിട്ടാണ് അവർക്കൊക്കെ ഈ പറഞ്ഞ പോലെ ആ അറിവും അതുപോലെ തന്നെ അവരെ സ്പിരിച്വൽ അവേക്കനിങ്ങിനും കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ യോഗ ചെയ്യുന്നവർ തന്നെ അവര് അനുലോം വിലോം എന്ന് പറഞ്ഞ ഒരു പ്രാണായമുണ്ട്. അപ്പൊ അത് ചെയ്യും. പക്ഷെ അവർക്ക് അറിഞ്ഞുകൂടാ. അവർ വിചാരിക്കണം ഇത് കുണ്ടലിനി അവേക്കനിങ് എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് അവർ, അല്ലെങ്കിൽ നമ്മുടെ നാഡിശോധന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരാളുടെ ശരീരത്തിൽ 72,000 എനർജി നാഡികൾ ഉണ്ട്. അപ്പൊ അതിനകത്ത് ഈ പറഞ്ഞ 3 നാഡികളാണ് നമ്മൾ ഈ പ്രാണായാമിലൂടെയൊക്കെ വർക്കൗട്ട് ചെയ്യുന്നത്. അതെന്ന് വെച്ചാൽ ഒന്ന് ലെഫ്റ്റ് നോസ്ട്രലും റൈറ്റ് നോസ്ട്രൽസും, ഇംഗല അല്ലെങ്കിൽ പിംഗല നാഡി. ഈ പറഞ്ഞ ഇംഗലയും പിംഗല നാഡിയും നമ്മുടെ ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള 2 നാഡികളാണ്. ഇതിന്റെ ഇടയിലുള്ള ഒരു നാഡിയാണ് സൂക്ഷ്മ നാഡി. യോഗ ചെയ്യുന്നവർ അല്ലെങ്കിൽ പ്രാണായം ചെയ്യുന്നവര് ഇതിനെ രണ്ടും കണക്ട് ചെയ്തിട്ട് ഇതിനെ രണ്ടും ബാലൻസ് ചെയ്ത് അവരുടെ സൂക്ഷ്മ നാഡി കൂടെ നമ്മുടെ എനർജി, നമ്മുടെ മൂലാധാര ചക്രത്തിലുള്ള എനർജീനെ നമ്മുടെ സഹസ്രധാര ചക്രത്തിൽ അല്ലെങ്കിൽ ക്രൗൺ ചക്രയിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു പ്രോസസ്സാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ ഇത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ഈ ഒരു സ്വരവിജ്ഞാൻ എന്ന കൺസെപ്റ്റില് നമ്മൾ ശിവശക്തി എന്ന എനർജീനെ ആണ് ഇതിനകത്ത് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ശക്തി എവിടെ ഇരിക്കുന്നത്? ശക്തി എന്ന് പറഞ്ഞത് നമ്മുടെ മൂലാധാര ചക്രത്തിൽ ഇരിക്കുന്നു. ശിവ ഇരിക്കുന്നത് ഇവിടെയാണ്. ഓക്കെ. അപ്പൊ ഈ പറഞ്ഞ ഈ കുണ്ടലിനി അവേക്കനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ശിവശക്തി കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് വലിയൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ ഈ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവനും ശക്തിയും കൂടി ചേരുമ്പോഴാണ് ഇവിടെ ഒരു കംപ്ലീറ്റ്നെസ്, അല്ലെങ്കിൽ എന്തൊരു രീതിയിലും ഉള്ള ഒരു ഫുൾ കുണ്ടലിനി അവേക്കനിങ് നടക്കുന്നതെല്ലാം ഈ ഒരു പ്രോസസ്സിലാണ്. അപ്പൊ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ് സ്വരവിജ്ഞാൻ. ഈ നമ്മുടെ ബ്രീത്തിങ്ങിലൂടെ തന്നെ നമുക്ക് രാവിലെ എണീക്കുമ്പോൾ തുടങ്ങി വൈകിട്ട് ഉറങ്ങുമ്പോൾ വരെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈ ബ്രീത്തിങ് ടെക്നിക്കിലൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഈവൻ രാവിലെ എണീക്കുമ്പോഴാണ് ഏത് കാലാണ് നമ്മൾ താഴത്ത് വെച്ച് നമ്മൾ ഫസ്റ്റിലെ ചവിട്ടേണ്ടത്, ഏത് കാലം എടുത്തു വെച്ച് റൂമിലേക്ക് വരണം. ഇതുപോലെ നമ്മൾക്ക് ഒരു പ്രാക്ടീസ് ഉണ്ട്. നമുക്കറിയാം, ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ആദ്യം ഏത് കാലാണ് എടുത്തു വെക്കുന്നത് എന്നുള്ളത്. ഈ ഒരു കൺസെപ്റ്റിലും ശരിക്കും നമ്മൾ നോക്കേണ്ടത് ഈ സ്വരവിജ്ഞാൻ ഇത് ഉപയോഗിച്ചിട്ട് വേണം. ഓരോ ദിവസങ്ങൾക്കും ഒരു പ്രത്യേക നാഡിയുടെ ആവശ്യമാണ് നമുക്കുള്ളത്. അല്ലാണ്ട് എല്ലാ ദിവസവും നമ്മുടെ ലെഫ്റ്റ് നോസ്ട്രിൽ മാത്രമല്ല ആവശ്യം, റൈറ്റ് നോസ്ട്രിൽ. ഇപ്പൊ പലർക്കും അറിയാം, നമ്മളിപ്പോ തന്നെ ബ്രീത്തിങ്ങിൽ ഒരു ബ്രീത്തിങ്ങിന്റെ ഇതിന്റെ ഒരു ടെക്നിക്ക് എന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെ അവരുടെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒന്ന് എക്സൈൽ ചെയ്യുമ്പോൾ അവർക്കറിയാൻ പറ്റും ഏത് നോസ്ട്രിലാണ് അവരുടെ ആക്റ്റീവായിട്ട് ഇരിക്കുന്നതെന്നുള്ളത്. അപ്പൊ അത് ആ ദിവസവുമായിട്ട് ഇതിനെ അലൈൻമെന്റ് ചെയ്തിട്ടുണ്ട്. ഓരോ ദിവസത്തും ഇന്ന നാഡി
ആക്റ്റീവ് ആവണം, ഡേയിൽ നൈറ്റിൽ ഇതാണ് ആക്റ്റീവ് ആവണം. ഇത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസും അതുപോലെ തന്നെ നമ്മൾ പോകുന്ന കാര്യങ്ങളുടെ പോസിറ്റിവിറ്റി എല്ലാം നമുക്ക് ഈ പറഞ്ഞ ടെക്നിക്സിലൂടെ മാറ്റാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പൊ ഒരു യോഗിക് പ്രാക്ടീസ് ചെയ്യുന്നവർക്കും അവർക്ക് ഇപ്പൊ യോഗ ചെയ്യുന്നവർ കുറേ കൂടി ഇതിനകത്തോട്ട് ഞാൻ പറഞ്ഞ ഈ സ്വർവിഗ്യാൻ എന്ന് പറഞ്ഞ ഈ ഒരു ഇതിനെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും എന്താണ് ശരിക്കും കുണ്ടലിനി അവേക്കനിങ്. ഓരോ ചക്രേനെയും താഴെ മൂലാധാരം എന്ന് തുടങ്ങി ആക്റ്റീവ് ചെയ്തിട്ട് നമ്മളിങ്ങനെ അത് കൊണ്ടുവന്നിട്ട് ശക്തി ഇപ്പൊ നമ്മുടെ ഈ ശക്തി ഇവിടെ വരുമ്പോൾ ശിവനെ ആക്ടിവേറ്റ് ചെയ്യും. സോ വൺസ് ശിവ ആക്റ്റീവ് മീൻസ് നിങ്ങളുടെ സ്പിരിച്വൽ അവേക്കനിങ് നടക്കുക, അതാണ് ശരിക്കും നടക്കുന്നത്. സോ ഇതാണ് ഈ പറഞ്ഞ സ്വരവിജ്ഞാൻ എന്ന ടെക്നിക്ക്. തീർച്ചയായിട്ടും ഇതും ഞാൻ എന്റെ ക്ലയൻസിന് വരുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്ത് കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഹെൽത്ത് റിലേറ്റഡോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ലൈഫിൽ കൂടുതൽ പോസിറ്റീവായിട്ടിരിക്കാൻ ഈ ഒരു സയൻസ് ഞാൻ ഒത്തിരി യൂസ് ചെയ്യുന്നുണ്ട്. താങ്ക് യു. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ സെഷൻ നമുക്ക് എല്ലാവർക്കും ഏറെ പ്രയോജനപ്പെടുന്ന ഒന്നാണ് അല്ലേ. ഒരു നല്ല ഒരു അവയർനെസ് അബൌട്ട് അവർ കോൺഷ്യസ് ബ്രീത്തിങ് അല്ലേ. ഇത്രയധികം ഇതിന് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്നുള്ളത് ഞാൻ ഇന്നാണ് മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടി മനസ്സിലായി, നമ്മുടെ മെന്റർ ഒരു നല്ല ആസ്ട്രോളജർ അല്ലെങ്കിൽ ഒരു നല്ല ന്യൂമറോളജിസ്റ്റ് മാത്രമല്ല ഒരു നല്ല യോഗ പ്രാക്ടീഷണർ കൂടിയാണ്. സോ താങ്ക് യു വെരി മച്ച് ഡോക്ടർ രാജ് ഫോർ ദിസ് വണ്ടർഫുൾ സെഷൻ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളുടെ സംശയ നിവാരണങ്ങൾക്കും നിങ്ങളുടെ എല്ലാവിധ ക്വയറിയും കൺസേൺസിനും എല്ലാം ഡോക്ടറിന്റെ സേവനങ്ങൾ ഈ നമ്മുടെ മിഷനിൽ കുക്കി ആസ്ട്രോയിൽ ലഭ്യമാണ്. ഞങ്ങളായിട്ട് കണക്ട് ചെയ്യേണ്ട നമ്പർ, വാട്സാപ്പ് നമ്പർ ഇതാണ് 7012176219 7012176219. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കൂടി ഞങ്ങളെ അറിയിക്കുക.